നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല. ഇത് ലോകോത്തര സർവകലാശാലകളിൽ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ MBBS പഠിക്കാം. അതിൽ ഒന്നാമത്തെ പരസ്യം ഇബ്നു സീന ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉസ്ബെക്കിസ്ഥാൻ. ഈ പരസ്യം കൊടുത്തിരിക്കുന്നത് ചെയർമാൻ ILM എന്ന് പറഞ്ഞാൽ ഇനീഷ്യേറ്റീവ് ലേണിംഗ് മെഡിസിൻ എന്നുള്ളതാണ് ആ സംഘടനയുടെ പേര്. അതിന്റെ ചെയർമാൻ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ. ഈ സ്ഥാപനത്തിന്റെ ഒരു ഏജന്റാണ് അദ്ദേഹം. മറ്റേ കോട്ടക്കൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ILMന്റെ ചെയർമാൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ. ഇതൊരു പരസ്യമാണ്. ഇത് ശരിയല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെയല്ല കേസ് കൊടുക്കേണ്ടത്, ഈ പരസ്യമിട്ട ഈ കോട്ടക്കല സ്ഥാപനത്തിനെതിരെയാണ് കേസ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ കൃത്യമായി പറയുന്നു, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ധാർമ്മിക ചുറ്റുപാടിൽ ഇൽമ ഹോസ്റ്റലുകൾ. എന്താണ് ഇൽമ? അറബി വാക്ക് എനിക്ക് അറിയാൻ വയ്യ. ഇൽമ ഹോസ്റ്റലുകൾ. പക്ഷേ നമ്മൾ ഇന്നലെ മുതൽ മിനിഞ്ഞാന്ന് മുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുമിച്ചുള്ള ഒരേ കെട്ടിടത്തിനകത്ത് താമസിക്കാനുള്ള സൗകര്യമാണ് അവിടെ ഒരുക്കിയിരുന്നത്. ഇവിടെ ഇസ്ലാമിക വിവാഹങ്ങളിൽ ആണിനും പെണ്ണിനും ഒരു വേദിയിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല. വ്യത്യസ്ത വേദിയിലൂടെ വിവാഹവേദിയിലേക്ക്, ഈ പാണക്കാട് തങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്നിടത്ത് പോലും വ്യത്യസ്ത വേദികളിലാണ് ഭക്ഷണം. അടുത്ത ദിവസം ഒരു കല്യാണം അവിടെ നടന്നു. വ്യത്യസ്ത വേദികളിലാണ് ആണിനും പെണ്ണിനും ഭക്ഷണം വിളമ്പുന്നത്. അതാണ് ഇസ്ലാമിക ചുറ്റുപാടെങ്കിൽ ഇസ്ലാമിക ചുറ്റുപാടിൽ പഠനം എന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഒരേ ഹോസ്റ്റലിനകത്ത് ഇവരെ ഇട്ടു? അപ്പൊ അങ്ങനെ ഇട്ടുകൊണ്ട് മതപരിവർത്തനം എന്ന ഉദ്ദേശം ഇതിന്റെ പിന്നിലുണ്ടോ? ഈ കുട്ടി ഒരിക്കലും ഈ ഏജൻസിയുടെ കൂടെയല്ല പോയത്. ഈ മരിച്ച സാവരിയ ആ കുട്ടി ഈ പരസ്യം കണ്ടിട്ടുണ്ടാവില്ല. ആ രക്ഷിതാക്കൾ ഒരിക്കലും ഇത് ഇസ്ലാമിക അന്തരീക്ഷം എന്ന് മനസ്സിലാക്കിയിട്ടില്ല. അവരെ കൊണ്ടുപോയത് തിരുവല്ല ഏജൻസിയാണ്. തിരുവല്ല ഏജൻസിയുടെ പേര് ഞങ്ങൾക്ക് കിട്ടി. അവിടെ ഈ ഇബ്നു സീന ഇല്ല ആ സ്ഥാപനത്തിന്. രണ്ട് സ്ഥാപനം ഒന്നാട്ടോ. അവർ കൊടുത്തിരിക്കുന്ന പരസ്യത്തിലും അല്ലെങ്കിൽ അവർ കൊടുത്തിരിക്കുന്ന രേഖകളിലും ഇബ്നു സീന എന്നുള്ള പേര് മാറ്റിക്കൊണ്ട് അവിടെ കൊടുത്തിരിക്കുന്നത് അവരുടെ സ്ഥാപനത്തിന്റെ പേര് യൂണിവേഴ്സിറ്റി ഓഫ് ബുഖാറ ഉസ്ബെക്കിസ്ഥാൻ. യൂണിവേഴ്സിറ്റി ഓഫ് ബുഖാറ ഉസ്ബെക്കിസ്ഥാൻ. ഇതാണ് അവർ കൊടുത്തിരിക്കുന്ന രേഖകളും അവർ കൊടുത്തിരിക്കുന്ന സ്ഥാപനത്തിന്റെ പേരും. ഇതടക്കം 3 പേരിൽ അറിയപ്പെടുന്നത് ഈ ഒരേ സ്ഥാപനമാണ്. ഈ യൂണിവേഴ്സിറ്റി ഇൻ ബുഖാറ ഉസ്ബെക്കിസ്ഥാൻ എന്ന പേരിൽ അറിയപ്പെടുന്നതും അതേപോലെ തന്നെ മറ്റേ ഇബ്നു സീന എന്താ അതിന്റെ ബാക്കി മുഴുവൻ പേര് എനിക്ക് തോന്നുന്നില്ല, അതിലറിയപ്പെടുന്നതും വേറെ ഒരു പേരും കൂടിയുണ്ട്. ഈ 3 പേരിൽ അറിയപ്പെടുന്നതും ഒരേ സ്ഥാപനമാണ്. ഇത് ഹരികൃഷ്ണൻസ് എന്ന് പറഞ്ഞൊരു സിനിമ ഒരിക്കൽ ഇറങ്ങിയിരുന്നു. മലബാറിൽ അതിന്റെ ക്ലൈമാക്സ് ഒരുമാതിരിയും മറ്റു ഭാഗങ്ങളിൽ ക്ലൈമാക്സ് മറ്റൊരു മാതിരിയും. കാരണം മോഹൻലാല് പരാജയപ്പെട്ട വേദനിക്കുന്നവർക്ക് അങ്ങനെയും അപ്പൊ ആ രൂപത്തിൽ 2 ക്ലൈമാക്സ് ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇത് 3 ക്ലൈമാക്സ് ആണ് ഈ സ്ഥാപനത്തിന്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുട്ടികളെ പിടിക്കാൻ വ്യത്യസ്ത രൂപത്തിൽ പരസ്യം കൊടുത്ത് വ്യത്യസ്ത സ്ഥാപനങ്ങളാണ് എന്ന ധാരണ ജനിപ്പിച്ചുകൊണ്ടാണ് ഈ